എടാ മാർക്കോയ്ക്ക് നിനക്ക് 30 ചാക്ക് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി വേണോന്ന് പറഞ്ഞപ്പോ രാത്രി ഓടി രാത്രി ഓടി നീ മാർക്കോ രാത്രി സൈക്കിളും കയറ്റി മറ്റേ ചുരുട്ടും വെച്ചോണ്ട് മാർക്കോ വലിയ സിഗാറൊക്കെ വെച്ചിട്ട് പോകും ചാക്കൊക്കെ ആയിട്ട്. ഈ ചാക്കിനകത്ത് ഈ മണ്ണെണ്ണയും അതിനുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് നമുക്ക് കുറെ നേരം നിന്ന് കത്തും. പുള്ളി ഇത്ര കണക്ക് ചാക്ക് ഉദ്ദേശിച്ചു. അന്നേരം ഈ ഒരു കമ്പിക്കകത്ത് ഈ സാധനങ്ങളെല്ലാം ഇട്ടേക്കുന്നത്. അന്നേരം അതൊന്ന് ഫില്ലാവണം. അന്നേരം പുള്ളി പറഞ്ഞ ചാക്ക് കൃത്യമായിട്ട് അവിടെ എത്തിയില്ല. പിന്നെ രാത്രി മാർക്കോയും അതിന്റെ അനുയായികളെല്ലാം ഇവിടെ പോയി സൈക്കിൾ ിട്ട് കത്തി തീർന്നു കഴിയുമ്പോ ആ ഫ്രെയിം ഓക്കെ അല്ലെങ്കിൽ ഇത് ഓക്കെ അല്ലെങ്കിൽ ഒരു 30 ചാക്കോടെ എന്റെ മൂടൊക്കെ പൊളിക്കൊണ്ടിരിക്കും. ഞാനിന് നിൽക്കില്ല. സ്ലോ മോഷൻ വേണം, ആക്ഷൻ വേണം. ഇവന് ബ്ലഡ് സ്റ്റാർ ഞങ്ങൾ അറിയപ്പെടുന്നത്. ഇവന് ചോര കാണണം ഏതെല്ലാവരും. ഇവന്റെ വീഡിയോസ് എല്ലാവരും നോക്കിയാൽ മതി. ഒന്നെങ്കിൽ ഇവന്റെ ദേഹത്തു നിന്നെല്ലാം ചോര ഒഴുകും, അല്ലെങ്കിൽ ഇവന്റെ എതിരാളികളിൽ നിന്ന് ചോര ഒഴുകൊണ്ടിരിക്കും. അങ്ങനെ ഒരേ വട്ടമുള്ള എല്ലാവരും ഇവിടെ കിട്ടിയപ്പോ അത് ചിലട്ടൊക്കെ പോയി. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താ? ഫൺ സ്ക്വാഡ്. ഈ റിക്രിയേഷന് വേണ്ടി അങ്ങനൊന്നുമില്ല. ചളി അടിക്കാൻ വേണ്ടി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് ചെയ്തത് മാർക്കോ തന്നെയാണ് അല്ലേ? മങ്കിമാൻ 30 സെക്കൻഡ് ഉള്ളു. പക്ഷെ നല്ല ജെ നമ്മൾ വിചാരിച്ച സിമ്പിൾ ആയിരിക്കും. ഏതാണ് ജെയുടെ ഫൈറ്റും അതും എന്റെ പൊന്നെ അത് സിമ്പിൾ ആണെന്ന് വിചാരിച്ചു തുടങ്ങിയതാ. ഞാനൊരു ഹാഫ് ഡേ ലീവ് ഒക്കെ എടുത്തോണ്ട് ചെന്നതാ. അത്ര പെട്ടെന്ന് അല്ല, അത് ഈ ഫൈറ്റിംഗ് സീൻ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും അത് നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണ്ട ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഷോട്ടിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതെന്താ നിങ്ങൾ അങ്ങനെ നേരത്തെ ഒന്നും പ്രാക്ടീസ് ചെയ്ത് വെക്കൊന്നുമില്ല? പ്രാക്ടീസിന്റെ ആവശ്യം വരില്ല. അന്നേരം ചെയ്യും, കഴിവുള്ള പിള്ളേരല്ലേ. അല്ല അങ്ങ് ചെയ്യുമല്ലോ. അപ്പൊ തന്നെ എന്താണ് ഇതിന് ആവശ്യമുള്ളത്, ആ ക്യാരക്ടറിന് ആവശ്യമുള്ളത്, ആ സാധനം അവിടെ അങ്ങ് ചെയ്യും. എത്ര ഫോട്ടോ എടുത്താലും കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കേണ്ടി വരുന്നത് ആരുടെയാ? അങ്ങനെയൊന്നുമില്ല, എല്ലാരും സിമ്പിൾ ആയിട്ട് ചെയ്യും. പോയിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ അങ്ങനെ ഇപ്പൊ എഫേർട്ട് എടുത്ത് ചെയ്തത് മാർക്കോ എന്ന് പറഞ്ഞല്ലോ. അതിനാണെങ്കിലും അങ്ങനെ തന്നെയാണോ? പെട്ടെന്ന് എല്ലാരും ചെയ്തു പോകുമായിരുന്നു. പിന്നെ പറഞ്ഞില്ല, അല്ലാതെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. ഇവരെല്ലാം തെളിഞ്ഞു. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ. എന്റെ മുന്നില് പുതിയ ആൾക്കാർ വരുമ്പോ ഉണ്ടല്ലോ, അപ്പൊ പ്രശ്നമാണ്. ആരാ പുതിയത് വന്നേ? അല്ല, പുതിയ ആൾക്കാർ പ്രശ്നമാണ്. ആരും പുതിയ വന്നിട്ടില്ല. വരുന്നുണ്ട്. ഞങ്ങൾ പുതിയ ആൾക്കാരൊന്നും എടുക്കാറില്ല. ഇവിടെ ഉള്ളവർക്ക് റോളില്ല. പുതിയനെ കൂടി ഇങ്ങോട്ട് വിളിച്ചു. ഇപ്പൊ ഓഡീഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല നേരത്തെ തന്നെ. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റാർസിന്റെ മക്കൾക്കാണ് കുറച്ചുകൂടി ഇപ്പൊ സിനിമ കുറച്ചുകൂടി വാല്യൂ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് റോൾസ് ഉള്ളൂ, നല്ല നല്ല നായകൻ റോളുകളൊക്കെ അവർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ എപ്പോഴും ഞങ്ങൾ അത് പരസ്പരം സംസാരിക്കുന്ന കാര്യമാണ്. കാരണം പണ്ട് കാലത്ത് മമ്മൂക്കൈ, ലാലേട്ടനൊക്കെ അവർക്ക് പ്രത്യേകിച്ച് ആരും കൊണ്ടുവരാനില്ല. അവരവരുടെ കഷ്ടപ്പാടും കഴിവും കൊണ്ട് കയറി വന്ന ഒരു രീതി ഉണ്ടല്ലോ. പക്ഷെ ഇന്ന് അതിനേക്കാളും കഴിവുള്ളവർ ചിലപ്പം കാണും നമ്മുടെ സമൂഹത്തിൽ. അവർക്ക് കയറി വരാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അതേസമയം ഇപ്പം മെയിൻ നിരയിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ അച്ഛന്റെ പിൻബലത്തിലും ഇല്ലെന്ന് പറഞ്ഞാലും എന്തുമല്ല അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇവർ പെട്ടെന്ന് കയറി വരത്തില്ല. അപ്പം അവര് ഇങ്ങനെ മുൻനിരയിൽ നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് കഴിവുണ്ട് അവർക്ക്. പക്ഷെ അവരെക്കാളും കഴിവുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഒരു അവസരമില്ല അവിടെ നഷ്ടപ്പെടുന്നത്. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ എന്നൊക്കെ ആൾക്കാരെ പിക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും അതിന് കുറച്ച് പരിമിതികളുണ്ട്. ഇതിനപ്പുറത്തേക്ക് അവരൊന്നും വളർന്നു വരുന്നില്ല. പിന്നെയും ടോവിനോയും ആസിഫ് അലിയും ഉണ്ണിമൂന്തൻ ഇങ്ങനെ 2-3 പേരെയൊക്കെ നമുക്ക് എടുത്തു പറയാൻ സാധാരണക്കാരെ ഞങ്ങളെയൊക്കെ പരിഗണിക്കണം. നല്ല നല്ല സംവിധായകന്മാർ. ഇനിയിപ്പോ എന്താ പറയാ, നേരത്തെ ഒക്കെ ഈ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും പോകണ്ട, വേറെ പണിയൊന്നും ഇല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പം ചെറുതായിട്ട് മാറ്റം തുടങ്ങി. അതെ, എപ്പോഴത്തെ മാറ്റം വന്നു തുടങ്ങി? നമ്മള് പറഞ്ഞു തന്നെ എന്തായാലും എപ്പോഴും നമ്മളിങ്ങനെ അത്യാവശ്യം രീതിയിലൊക്കെ എല്ലാരും നല്ല അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ കാണുമ്പോൾ പറയുമോ നന്നായിട്ട് ചെയ്തല്ലോ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ വീട്ടുകാർക്ക് ഒരു അഭിമാനബോധമൊക്കെ തോന്നുന്നു. അങ്ങനെ ഞങ്ങളെ TV ഷോയിലും ന്യൂസ് ചാനലിലും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കാണുക, തിരിച്ചറിയൊക്കെ ചെയ്യുമ്പോൾ
വീട്ടുകാർക്ക് ഇപ്പം രക്ഷപ്പെടുന്ന സാധ്യത ഉണ്ടെന്നൊക്കെ ഒരു തോന്നലൊക്കെ വന്ന് തുടങ്ങി. രക്ഷപ്പെട്ടാ മതി. വീട്ടിലിങ്ങനെ അതായത് നാട്ടുകാരൊക്കെ പറയുന്നതും ഫ്രണ്ട്സും നമ്മുടെ ഈ സപ്പോർട്ടേഴ്സും ഒക്കെ പറയുന്നതൊക്കെ ഓക്കെ, അല്ലാണ്ട് വീട്ടിൽ നിന്ന് നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ പറയില്ല ഈ റീല് നന്നായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൊമെന്റ്? എന്റെ ഇപ്പൊ ഇതിലിറങ്ങിയപ്പോഴും അമ്മയ്ക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അമ്മ അഭിനയിക്കുന്നല്ലേ? അമ്മേടെ അറിഞ്ഞു ചെയ്തേ. അമ്മ പണ്ടേ കലാകാരിയാ, ഡാൻസും സംഗീതവും കഥാപ്രസംഗവും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഡാൻസറായിട്ട് മോഹൻലാലിന്റെ ഒരു സിനിമയിലൊക്കെ ഡാൻസ് ചെയ്തു. 5 പേര് കൊറിയോഗ്രാഫി അതിനകത്ത് അമ്മ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് സന്തോഷമായി കാണില്ലേ? എല്ലാവർക്കും അറിയത്തില്ല, അമ്മ കുടുംബപരമായിട്ട് കലാപരമായിട്ടുള്ള കുടുംബമായിരുന്നു. അമ്മയും കുഞ്ഞമ്മയും അമ്മയും എല്ലാവരും. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഇതിനകത്തോടൊരു ഇഷ്ടം വന്നതും അതിന്റെ പുറകെ നടക്കുന്നതൊക്കെ. നിങ്ങളൊക്കെ എങ്ങനെ ഈ ഒരു ആക്ടിങ് ഇത്ര പാഷൻ ആക്കി അങ്ങനെ മാറ്റിയത്? അത് ഞാൻ മാറ്റിയത് ഹരി കാരണമാണ്. എന്നുവെച്ചാ എന്റെ ഉള്ളിലൊരു കലാകാരനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അവനാ. പക്ഷെ കുഞ്ഞു അല്ലല്ല ചെറുപ്പത്തിലെ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് അല്ലാതെ ജോലി തിരക്കൊക്കെ ആയി അങ്ങനെ അങ്ങ് മാറി അതൊക്കെ അങ്ങ് വിട്ട് അങ്ങനെ ഞാൻ ഇവന്റെ അടുത്ത് വർക്ക് ചെയ്യാൻ അവിടെ കായംകുളത്ത് എത്തുന്നത്. അങ്ങനെ ഒരേ വട്ടമുള്ള എല്ലാരെയും കൂടെ കിട്ടിയപ്പോ അത് ജോലിയായിട്ടൊക്കെ പോയി. അവിടെ ഫീൽഡ് ഔട്ട് ആയെന്ന് വിചാരിക്കണ്ട, ഇനിയും കേറി വരാവുന്നതേ ഉള്ളൂ. സംസാരിക്കാൻ ഞാൻ ഇവരുടെ കൂടെ ഇല്ലായിരുന്നു കുറച്ചാള്, അങ്ങനെ മാറി അങ്ങനെ അല്ലാതെ വീഡിയോ വർക്കിന് പോകാതിരിക്കൊന്നും അല്ല. ഉമ്മരുടെ വർക്കിനെല്ലാം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് അവന്മാർക്കും അറിയാം. പിന്നെ അത് കാര്യമില്ലല്ലോ. അത് കാര്യമുണ്ട്, തുടക്കം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇപ്പോഴും അങ്ങനത്തെ പോലെ പോകാൻ പറ്റത്തുള്ളൂ. രണ്ടുപേരെ എന്നെ കാണാൻ പറ്റുന്നത് ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നത് അങ്ങനെ അവനെ ഇതിനകത്ത് കൊണ്ടുവരുന്നത് ഞാൻ ഇവനോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഇതാകുന്നത്. പിന്നാണ് ഇവരുള്ള കമ്പനി. പിന്നെ അവനില്ല, ഇവനായി. ഇപ്പൊ അവനില്ല, ഇവനായി. ഇനി ആരാണോ ഇവർത്തന്നെ അടുപ്പിയതല്ലേ. പുതിയ ആളെ ഇറക്കുന്നുണ്ട്, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ഈ പുതിയ ആരെങ്കിലൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് സിങ്ക് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇവനായിട്ട് സിങ്ക് ആവാൻ എളുപ്പമോ? ഏറ്റവും പ്രശ്നക്കാരനാരാ നിങ്ങളുടെ ഗാങ്ങിലെ? ഏറ്റവും പ്രശ്നക്കാരനാരാ? ഇത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. എന്താ നന്ദുവിന്റെ പ്രശ്നം? 3 വട്ടം മാറും. അവൻ ഉദ്ദേശിക്കുന്ന സാധനം കറക്റ്റ് പറയാം. അല്ല, ഇവന്റെ കഴിവിനെ പറ്റിയാണോ പറഞ്ഞത്? ഒരു ഫ്രെയിം കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ അപ്പൊ പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ? അങ്ങനെ പറഞ്ഞു ഭയങ്കര ഞങ്ങൾ ആക്ടേഴ്സ് മാത്രമല്ല, സിറ്റുവേഷൻസ്. ഞങ്ങൾ ഇതിന്റെ ആർട്ട് ടീമാണ്, ക്ലീനിങ് ടീമാണ്, ഇതിന്റെ മൊത്തം ടീം ഞങ്ങൾ തന്നെ. അഭിനയിക്കുന്നവർ തന്നെ ആയിരിക്കും പോയി ജനറേറ്റർ എടുത്തോണ്ട് വരുന്നത്, ലൈറ്റ് വെച്ച് കിട്ടുന്നത്, വന്നിട്ട് അഭിനയിക്കാൻ നിൽക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾ അഭിനയിക്കുന്ന ഓടണം, എന്നിട്ട് അതെല്ലാം കൊണ്ട് റെഡി ആക്കിയിട്ട് ഫ്രെയിം നോക്കിയാൽ ആക്ഷൻ പറയും. ഞാൻ ജനറേറ്റർ എടുക്കാൻ പോകും. കേട്ടോ മരത്തിനകത്ത് ലൈറ്റ് കിട്ടാൻ കാരണം വെച്ചാല് ആർട്ടി നന്നായിട്ട് ആർട്ടി നന്നായിട്ട് ആർട്ടി ആർട്ട് വർക്ക് നന്നായിട്ട് ചെയ്യും. നമ്മുടെ വർക്കിനകത്ത് കിടപ്പുണ്ട് അങ്ങനെ ചെയ്ത ഒരു സംഭവം അവൻ ചെയ്ത. ഇപ്പം നന്ദു ചിലപ്പോ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കുക എനിക്കിത് ഓക്കെ അല്ല എന്നുള്ളത്? അങ്ങനെ വരാറില്ല. ഇവൻ എന്ത് പറഞ്ഞാലും നമ്മളത് ചെയ്യും. കാരണം ഇവന്റെ ഒരു വ്യൂ പോയിന്റിൽ അത് ഓക്കെ ആയിരിക്കും, നല്ല ഔട്ട് കിട്ടുമെന്നും ഇവൻ പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഒന്നും കോംപ്രമൈസ് ചെയ്യില്ല, നമുക്ക് ചെയ്യാന്നുള്ളത്. നമ്മൾ പുറം ചെയ്താൽ ഇവൻ ഓക്കെ ആണ്, അത് ഓക്കെ ആണെന്ന് വെച്ചാൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സ്പോട്ടിലാ ഇവൻ എഡിറ്റ് ചെയ്യുന്നത്, സ്പോട്ടില് മനസ്സിൽ കുറേ സ്റ്റക്കായി നിൽക്കും ഇങ്ങനെ. അപ്പൊ നമ്മള് പറയും വിചാരിക്കും മനസ്സിൽ ഇനി അടുത്തത് ചേട്ടാ പറ. അല്ല നീ അപ്പുറത്തെ ചേട്ടനെ കുറിച്ച് പറ. നിങ്ങൾ ഇനി ഞാനൊരു ടാസ്ക് തരാം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറയാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ചേട്ടനെ പറ്റി പൊക്കി പറയാം. ചേട്ടൻ തന്നെ ഹരിനെ പൊക്കി പറയാൻ പറഞ്ഞ കളിയാക്കി പറയല്ലോ, നമ്മളുള്ള കാര്യമാണോ പറയുന്നത്? ഇപ്പം മാസായാലും ആക്ഷൻ ആയാലും ഒരു അത് അടുത്തടുത്തേക്ക് വരും അങ്ങനെ പേടിച്ചിട്ടാണോ?
അല്ലല്ല അതൊരിക്കലും അല്ല പറയുന്നത്. പൊക്കി പറയാൻ പറയുമ്പോൾ എല്ലാരും നമ്മൾ കളിയാക്കി ചുമ്മാ പറയുന്നത്, പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ എനിക്ക് ആദ്യം അങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കളിയാക്കി കൂടി സംസാരിക്കണേ. അല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ, എനിക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ, ഞാൻ കേൾക്കുന്നത്. ഇവനെല്ലാം സ്ലോ മോഷൻ വേണം, ആക്ഷൻ വേണം. ഇവനെ ബ്ലഡ് സ്റ്റാർ ഞങ്ങൾ അറിയപ്പെടുന്നത്. ഇവന് ചോര കാണണം ഏതെടുത്താലും. ഇവന്റെ വീഡിയോസ് എല്ലാവരും നോക്കിയാൽ മതി. ഒന്നെങ്കിൽ ഇവന്റെ ദേഹത്തു നിന്നെല്ലാം ചോര ഒഴുകും, അല്ലെങ്കിൽ ഇവന്റെ എതിരാളികളിൽ നിന്ന് ചോര ഒഴുകൊണ്ടിരിക്കും. എനിക്ക് കോമഡി ഇഷ്ടം. ഞാൻ ഇവനെ പറ്റി പറയാം. അല്ല നിങ്ങൾ 4 പേരും കൂടെ കിഷോറിനെ പറ്റി പൊക്കി പറ. കോമഡി ചെയ്യാനും ബെസ്റ്റ്. അടിപൊളിയാണ്. ഇവനെ വെച്ചിട്ട് എനിക്ക് കോമഡി ചെയ്യാൻ ഇഷ്ടം. റിയൽ ലൈഫിൽ ഭയങ്കര കോമഡിയാണ്. അതാണ് എനിക്ക് ഏറ്റവും എവിടെ പോയാലും ബോറടിക്കത്തില്ല. ഭയങ്കര തగ్గടിക്കും. മിനിറ്റ് ഓരോന്ന് അവന്റെ വായിന്ന് ഇത്ര മതിയടാ. അല്ല ഇത് ഉള്ളത് തന്നെ. കിഷോന്റെ കൂടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരിക്കാനേ ഉള്ളു നേരെ. ഞാനൊക്കെ ചിരിച്ച് ഈ മണ്ണ് തപ്പാന്നൊക്കെ കേട്ടിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടുന്ന് കൂടെ വരാം. നമുക്ക് വണ്ടിയിൽ പാട്ടിട്ടുണ്ട്. കിഷോന്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരിച്ച് മണ്ണ് തപ്പും. ഇനി ഞാൻ പറയുന്നത് നന്ദുവിന് കഴിവുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്താ നന്ദുവിനെ പറ്റി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാഷയിൽ പൊക്കി പറയാ. കാരണം എനിക്ക് അറിയില്ലല്ലോ നന്ദുവിനെ പറ്റി. അപ്പൊ നന്ദുവിനെ പെട്ടെന്ന് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുമ്പോഴത്തേനും ഇങ്ങനെ സംസാരിക്കത്തില്ലേ, സംസാരിക്കുന്നൊക്കെ പറയത്തില്ല. നല്ല ഭാഷയിൽ പിന്നെ പൊക്കി പറയാൻ കിട്ടുന്നില്ല. നല്ല ഭാഷയിൽ നന്ദുവിനെ പൊക്കി പറയാം. നല്ല ഭാഷ. പക്ഷെ അതിപ്പോ നമ്മള് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നുണ്ട് ആ നല്ല ഭാഷ പറയാൻ പറ്റത്തില്ല. നോർമല ഒരു ഇന്റർവ്യൂ നടക്കല്ലേ, ഇപ്പൊ അറിയാത്ത ഒരാളെ ആറ്റിറ്റ്യൂഡ് മാറും. സൗണ്ട് ചാനലിൽ പോയപ്പോ മൈക്ക് ഈ സൗണ്ട് പാസ്സായി പോയി. അതേ ഉള്ളൂ. ഈ സൗണ്ട് അല്ലേ ഇവന്? ഇത് പറഞ്ഞപ്പോ എനിക്ക് മറ്റൊരു ഡയലോഗ് ഇല്ലേ, രാവിലെ എല്ലാവരുടെയും കൂടെ കളിച്ചു നടക്കും, രാത്രി ആയാൽ അങ്ങനത്തെ ആ സംഭവം പിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അല്ല തീർന്നില്ലല്ലോ. ഇവന്റെ സൗണ്ട് ഇപ്പോഴത്തെ ഇവന്റെ സൗണ്ട് അല്ല ഇത്. നന്ദുവിന്റെ മൂഡ് സ്വിങ്സിനെ പറ്റി പറ. ഇപ്പം മനസ്സിൽ ഉദ്ദേശിക്കുന്ന സാധനം അത് കറക്റ്റ് ആ സ്പോട്ടിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യത്തില്ല. അത് നമുക്ക് തന്നെ പുതിയ ഉറക്കം കൊടുക്കാന്ന് തോന്നിപ്പോ. ഇതൊക്കെ കാണിക്കും. പിന്നെ നമ്മള് അങ്ങനെ ഇനിയിപ്പോ കുഴപ്പമില്ല, ദേശീയ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് ബാഗൊക്കെ എടുത്തോണ്ടങ്ങ് പോകും ചിലപ്പോ. ബാഗിനകത്ത് ഇട്ടുണ്ടല്ലേ. പോയിട്ടില്ല. എടാ മാർക്ക് വയ്ക്കും നിനക്ക് 30 ചാക്ക് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി വേണോന്ന് പറഞ്ഞപ്പോ രാത്രി ഓടി രാത്രി ഓടി നീ മാർക്ക് രാത്രി സൈക്കിളും കയറ്റി മറ്റേ ചുരുട്ടും വെച്ചോണ്ട് ചാക്കിന്റെ കാര്യത്തില്ല. ഈ നമുക്ക് ഈ തീ ഉണ്ടാക്കാനായിട്ടേ ഈ ചാക്കിനകത്ത് ഈ മണ്ണെണ്ണയും അതിനുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് നമുക്ക് കുറെ നേരം നിന്ന് കത്തും. പുള്ളി ഇത്ര കണക്ക് ചാക്ക് ഉദ്ദേശിച്ചു. അന്നേരം ഈ ഒരു കമ്പിക്കകത്ത് ഈ സാധനങ്ങളെല്ലാം ഇട്ടേക്കുന്നത്. അന്നേരം അതൊന്ന് ഫില്ലാവണം. അന്നേരം പുള്ളി പറഞ്ഞ ചാക്ക് കൃത്യമായിട്ട് അവിടെ എത്തിയില്ല. പിന്നെ രാത്രി മാർക്കോയും അതിന്റെ അനുയായികളെല്ലാം ഇവിടെ പോയി റേഷൻ കടയിലാ പോയത്. പലചരക്കടയിലും പച്ചക്കറി കടയിലും പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു കൂടെ. പ്രൊഡ്യൂസർ കാണുമല്ലോ. 30 ചാക്കത്തോടിട്ട് കത്തി തീർന്നു കഴിയുമ്പോ ആ ഫ്രെയിം ഓക്കെ അല്ലെങ്കിൽ ഇത് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് വയ്യ. ഒരു 30 ചാക്കോടെ എന്റെ മൂടൊക്കെ പൊളിക്കൊണ്ടിരിക്കും അവിടെ. ഞാൻ നിൽക്കില്ലേ തലയും പിടിച്ചോണ്ട്. അടുത്ത ആള് പേടിച്ചില്ലേ?